ഈ വിക്കി ചേട്ടൻ അനിയനായിട്ടല്ല സ്വന്തം മകനായിട്ടാ സ്നേഹിക്കുന്നെന്ന്. എവിടെ പോയതാ അമ്മേ? എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല വേദാന്ത്. ഇവിടെ നിന്ന് ഞാൻ കരഞ്ഞ അത് നിങ്ങൾക്കൊക്കെ വിഷമാവൂന്ന് കരുതി അങ്ങോട്ട് മാറിയത്. ആന്റി, നിങ്ങളാരും ടെൻഷൻ ആവണ്ട. ചേട്ടന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനിയൊരു 2-3 ദിവസത്തിൽ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷെ തലയിലെ പരിക്ക് മാറാൻ കുറച്ച് സമയം എടുക്കും, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾക്കിതൊക്കെ വെറും നിസ്സാര അമൂല്യം. നിങ്ങൾക്ക് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലല്ലോ. വിക്കി എന്റെ മകന്. അവനെ ഒരു ഉറുമ്പ് കടിച്ച പോലും എനിക്കല്ലേ അത് വേദനിക്കൂ. അങ്ങനെയുള്ള ഞാൻ അവൻ ഈ അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടിട്ട് സമാധാനമായിട്ടിരിക്കണം. എന്തൊക്കെയാ നിങ്ങൾ എന്നോട് പറയുന്നേ? ഒന്നും പറയാതൊന്നും മിണ്ടാതിരിക്കാമോ? അങ്ങനെയല്ല ആന്റി ഞാൻ ഉദ്ദേശിച്ചത്. പ്ലീസ്, എന്നോട് ആരും ഒന്നും സംസാരിക്കണ്ട. എനിക്ക് തോന്നുമ്പോ ഞാൻ സമാധാനമായിട്ട് ഇരുന്നോളാം. നിന്റെ മനസ്സും എന്റെ മനസ്സും ഒരുപോലാണെന്ന് നീ ചിന്തിക്കരുത്. നീ പറയുന്നത് കേട്ട് സമാധാനിക്കാൻ എനിക്കിപ്പോ താല്പര്യമില്ല. ചേച്ചി, എല്ലാവരും ഇവിടെ ടെൻഷനില്ല. ചേച്ചി അതെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. പാവം. വേദാന്ത്, നിങ്ങളെല്ലാവരും വീട്ടിൽ പോയിക്കോ. രാവിലെ വന്നാ മതി. രാവിലെയോ? അതെങ്ങനെ പറ്റുമേ? ഇവിടെ പിന്നെ ആര് നിൽക്കും? ഞാനും പ്രഭാകരനെ നിൽക്കാം. വേദാന്ത്, നിങ്ങളൊക്കെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ. എന്തൊക്കെയാ അമ്മേ പറയുന്നേ? വിക്കി ഈ അവസ്ഥയിൽ കിടക്കുമ്പോ ഞങ്ങൾ റെസ്റ്റ് എടുക്കാനോ? അങ്ങനെ കിടന്ന ഞങ്ങൾക്ക് ഉറക്കം വരുമോ? ഇവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ആൻഡ് ഐ ഹാവ് ടു ബി ഹിയർ. അമ്മ വീട്ടിലേക്ക് പൊക്കോളൂ, ഞാനിവിടെ നിന്നോളാം. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് വേദാന്ത്. നാളെ അവൻ കണ്ണു തുറക്കുമല്ലോ. നീ ഇവിടെ കാണില്ലേ? നീ ഇവിടെ ഉണ്ടാവണമല്ലോ. നീ ഒരുപാട് ഓടിയതല്ലേ, നല്ല ടെൻഷനുണ്ട് നിനക്ക്. കുറച്ചു സമയമെങ്കിലും ഉറങ്ങാതിരുന്നാ നിന്റെ ശരീരത്തിന് നല്ല ക്ഷീണം ഉണ്ടാകും മോനെ. സോറി അമ്മേ, എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവണം. എന്റെ കാര്യം ചിന്തിക്കണ്ട. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എനിക്കൊരു പ്രശ്നവുമില്ല. അമ്മവാ, ആദ്യം വീട്ടിൽ കൊണ്ടുപോയി വിടണം. ഇല്ല ചേട്ടാ, ഞാൻ എങ്ങോട്ടും പോയില്ല. ചേട്ടൻ നിൽക്കുകയാണെങ്കിൽ ഞാനും ഇവിടെ കാണും. ആദ്യ വാശി പിടിക്കണ്ട. വാശി പിടിക്കുന്നത് നിങ്ങളാ. എന്റെ സമ്മതമില്ലാതെ നിങ്ങളെല്ലാവരും എന്നെ വീട്ടിലാക്കാൻ പോയല്ലേ. ആ കിടക്കുന്നത് എന്റെയും ചേട്ടനാ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ആദ്യ വാശി പിടിക്കല്ലേ. നിന്റെ കണ്ടീഷൻ ഓക്കെ ആയിരുന്നെങ്കിൽ ഞാൻ എതിർപ്പ് പറയില്ലായിരുന്നു. പക്ഷെ നീ ഇപ്പൊ പ്രഗ്നന്റാ മോളെ. ഉറക്കൊഴിച്ചാലേ നിനക്കും കുട്ടിക്കും അത് സ്ട്രെയിൻ ആയിട്ട് വരും. കുറച്ചെങ്കിലും നീ ആ കുഞ്ഞിനെ പറ്റി ഒന്ന് ആലോചിക്കണം. ചേട്ടാ പ്ലീസ് ചേട്ടാ. പ്ലീസ് ആദ്യ. വിക്രാന്ത് കണ്ണു തുറക്കുമ്പോ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവന് വിഷമാവില്ലേ മോളെ? പറയുന്ന കേക്ക് മോളെ, പ്ലീസ്. ആദ്യ, വേദാന്ത് പറഞ്ഞത് ശരിയല്ലേ. പോയിട്ട് നിനക്ക് രാവിലെ വരാമല്ലോ. അമൂല്യ, നീയും വീട്ടിലേക്ക് പോയിക്കോ. ആരതിയോടും വീട്ടിലേക്ക് പോകാൻ പറയണമെന്നുണ്ട് എനിക്ക്. പക്ഷെ ഞാനത് പറഞ്ഞാലും അവൾ എന്നെ അനുസരിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവളിവിടെ നിൽക്കേണ്ടതാണല്ലോ. പക്ഷെ നീ എന്തിനാ കഷ്ടപ്പെടുന്നത്? നീ വീട്ടിലേക്ക് പോയിക്കോ. അത് കുഴപ്പമില്ല ആന്റി, ഞാൻ നിന്നോളാം. എനിക്കൊരു പ്രശ്നമില്ല. പ്രശ്നം നിനക്കല്ലല്ലോ അമൂല്യ. ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ, ഇവിടെ അധികം ആൾക്കാർ നിൽക്കണ്ടെന്ന്. ഞാൻ ഒരാൾ നിന്ന ഒരു പ്രശ്നമില്ല ആന്റി. പോകാൻ പറഞ്ഞ് വെറുതെ ഫോഴ്സ് ചെയ്യരുത് പ്ലീസ്.
ആന്റി ഇപ്പോ എനിക്കെന്താ ബന്ധമുള്ളതെന്ന് ചോദിച്ചില്ലേ? എനിക്ക് ബന്ധമുണ്ട്. വിക്കി എന്റെ ചേട്ടനാ. അത് മാത്രല്ല, ചേട്ടൻ എന്റെ നല്ലൊരു ഫ്രണ്ടാ. എന്റെ ചേച്ചിയുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അവൾക്ക് ഒരു സപ്പോർട്ടായിട്ട് ഇവിടെ നിന്നേ പറ്റൂ. കുടുംബവും ബന്ധുക്കളും ഒക്കെ ഒരു സന്തോഷം വരുമ്പോൾ മാത്രം ഒരുമിച്ച് നിൽക്കേണ്ട ആളുകളല്ല. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഒരുമിച്ച് നിൽക്കണമെന്ന് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനും അത് തന്നെ ഫോളോ ചെയ്യാറ്. അമ്മ ഇനി അവളെ ഫോഴ്സ് ചെയ്യാൻ നിൽക്കണ്ട. അമ്മൂല്യ ഹോസ്പിറ്റലിൽ നിൽക്കുവാണെങ്കിൽ അത് ആരതിക്കൊരു സപ്പോർട്ടായിരിക്കും. ശരി വേദാന്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്തോ. പക്ഷേ വിക്കിക്ക് ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, അവനൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത്. ഞാൻ പോയിട്ട് രാവിലെ വരാം. സിസ്റ്റർ, ഒന്ന് സമാധാനപ്പെട്. ഇങ്ങനെ ദേഷ്യപ്പെട്ട ശരിയാവില്ല. നീ മിണ്ടരുത്. അവൾ എന്താ വിചാരിച്ചത്? ഈ സുഹാസിനി മേനോന്റെ മുൻപിൽ നിന്ന് സംസാരിക്കാൻ അവൾക്ക് എവിടുന്ന് ധൈര്യം കിട്ടി? നയാ പൈസക്ക് ഗതിയില്ലാത്തവള് എന്റെ മുന്നിൽ നിന്ന് എന്നോട് സംസാരിക്കുന്നത് കണ്ടില്ലേ? ആ പ്രമീള ഈ മക്കളെയൊക്കെ എങ്ങനെ വളർത്തിയത്? അവളുടെ മക്കളൊക്കെ രാജകുമാരിമാരാണെന്ന് പറഞ്ഞായിരിക്കും വളർത്തിയത്. ആ സമയത്ത് വേദാന്ത് അവിടെ ഇല്ലായിരുന്നെങ്കിൽ അമൂല്യയുടെ കാരണം നോക്കി ഒന്ന് കൊടുത്തേനെ. അതിനുള്ള സമയവും വരും സിസ്റ്റർ. ചേച്ചി ഇപ്പോ കാര്യങ്ങളൊക്കെ കുറച്ച് കൂളായിട്ട് കൈകാര്യം ചെയ്യണം. അതെന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നടന്നേ പറ്റൂ. ഞാൻ പറയുന്നതൊന്നും അനുസരിക്കാതെ ഈ നാശങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് തുള്ളിയ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. എനിക്ക് അവളുടെ മുഖം കാണുന്നത് പോലും ഇഷ്ടമല്ല. അഹങ്കാരി. എന്നാ പിന്നെ നോക്കണ്ട. ചേച്ചി ഇപ്പൊ ഇങ്ങനെ ടെൻഷൻ അടിച്ചാ നമുക്കതുകൊണ്ടൊരു ഗുണവുമില്ല. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കണമെങ്കിൽ കൂളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. നമ്മുടെ ഉദ്ദേശം വേറെയാണെന്ന് അവർക്കൊരു പിടിയും കിട്ടരുത്. എന്തായാലും നമ്മളിപ്പോ ആശുപത്രിയിലാണ് നിൽക്കുന്നത്. ചേച്ചി ഇങ്ങനെ BP കൂട്ടിക്കഴിഞ്ഞാ ആ വിക്കിയുടെ അടുത്ത് ചേച്ചിക്കും കൂടി ഒരു ബെഡ് ബുക്ക് ചെയ്തു ആ വേദാന്ത്. എന്നാ നോക്കി നിൽക്കുന്ന സിദ്ധാർത്ഥ്? അതല്ല അമ്മ, നമുക്ക് മുമ്പേ ഇറങ്ങിയതല്ലേ, എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. അല്ല, അമ്മയും നമ്മുടെ കൂടെ വരുന്നില്ലേ? അമ്മ വന്നോളും, നിക്ക്. ശരി, നീ പോയി കാറിലിരിക്കേ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ശ്രദ്ധിക്കണേ. എന്തു പറ്റി? ആർ യു ഓക്കെ? എനിക്കെന്തു പറ്റാനാ? നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാ തുറന്ന് പറഞ്ഞേക്കണം. നിന്റെ മുഖം കണ്ടിട്ട് ടയേർഡാണെന്ന് തോന്നുന്നുണ്ടല്ലോ. നീയും ടയേർഡാണല്ലോ വേദാന്ത്. നോട്ട് റിയലി. നീ ഇവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കുകയാണെങ്കിൽ നാളെ നിനക്ക് എന്തായാലും അസുഖം വരും. അതുകൊണ്ട് നീ വീട്ടിൽ പോകുന്ന കാര്യമാണെങ്കിൽ പറയണ്ട. ഇത്രയും കാലം നീ പറഞ്ഞത് ഞാൻ അനുസരിച്ചില്ലേ. പക്ഷെ ഈ കാര്യം നടക്കില്ല. നിന്നോട് അതിന് വീട്ടിലേക്ക് പോകാനല്ല ഞാൻ പറയാൻ വന്നത്. എനിക്കെന്തോ ആദ്യമായിട്ട് ഇതൊന്നും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുക. സോ നീ എന്റെ കൂടെ ഇരിക്കുന്നത് തന്നെയാ നല്ലത്. നീ ഇവിടെ ഉള്ളപ്പോ അതൊരു വലിയ സപ്പോർട്ടാ. നിന്നോടൊപ്പം നിൽക്കുമ്പോ എനിക്കും അങ്ങനെ തന്നെയാ വേദാന്ത്. അതുകൊണ്ടാ ഞാൻ വീട്ടിലേക്ക് പോകില്ല എന്ന് വാശി പിടിച്ചത്. ഐ നീഡ് യു അമൂല്യ. ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പ്രതീക്ഷിച്ചത് എന്തൊക്കെയാണോ അതിലും കൂടുതലായിട്ടാ നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അമ്മയെ നീ കൺവിൻസ് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ആന്റിയോട് അങ്ങനെ സംസാരിച്ചതിന് നീ എന്നോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. പക്ഷേ ഇന്ന് ആന്റിയുടെ സ്വഭാവം കണ്ടിട്ട് എനിക്കെന്തോ വിചിത്രമായിട്ടാ തോന്നിയത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഈ സമയത്ത് എല്ലാവരും കൂടെ നിൽക്കണമെന്നല്ലേ ആഗ്രഹിക്കുക. പക്ഷെ ആന്റി എന്താ എല്ലാവരോടും പോകാൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആന്റിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഹേർട്ടായി കാണുമല്ലേ?
അത് ചിലപ്പോ എല്ലാരും ഇവിടെ ഇരുന്ന് ടെൻഷനായി ഉറക്കമൊഴിക്കേണ്ടെന്ന് കരുതിയാവും അങ്ങനെയൊക്കെ പറഞ്ഞത്. അമ്മയ്ക്കാണെങ്കിൽ കൺസേൺ കുറച്ച് കൂടുതലാ. നീ അതിന് വേണ്ടാത്തൊന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ. അമ്മയ്ക്കാണെങ്കിൽ സ്വല്പം ദേഷ്യം കൂടുതലാ. എന്തെങ്കിലും വിളിച്ചു പറയുന്നല്ലാതെ മനസ്സിലൊന്നും വെക്കത്തില്ല. ഡോണ്ട് വറി. അതൊന്നും പ്രശ്നമല്ല. ആന്റി നല്ല ടെൻഷനിലായിരിക്കുമല്ലോ. ഞാനും അത് മനസ്സിലാക്കേണ്ടതല്ലേ. ബൈ ദ വേ, വിക്രാന്തിന്റെ ഫോൺ എവിടെയാണെന്ന് നിനക്കറിയോ? ഫോൺ ചേച്ചിയുടെ കയ്യിലുണ്ട്. വാ. ആരതി, വിക്രാന്തിന്റെ ഫോൺ എവിടെ? എന്റെ കയ്യിലുണ്ട് ഏട്ടാ. ഇത് പിടിക്ക. എന്തിനാ ഏട്ടാ? ഇതിലെ കോൾ ലോഗ്സ് ചെക്ക് ചെയ്താൽ വിക്രാന്തിനെ വിളിച്ച ആരാന്ന് നമുക്ക് അറിയാൻ പറ്റും. ആ കുടുംബത്തിലുള്ള 4 എണ്ണം അതെ, ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുന്ന സ്വഭാവം ഇല്ല. ഈ ദാരിദ്ര്യം പിടിച്ചതൊക്കെ വന്ന് കയറിയത് പിന്നെ മനുഷ്യൻ സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടേ ഇല്ല. ഛെ, ഇതൊക്കെ എന്റെ തലേ തന്നെ വന്ന് വീണല്ലോ. അവര് മിഡിൽ ക്ലാസ് ഫാമിലി അല്ലേ? അവരുടെ ബുദ്ധി അത്രയ്ക്കേ ഉള്ളൂ. അവരെ കുറിച്ച് ഓർത്ത് ചേച്ചി എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? അതെന്താണെന്ന് വെച്ചാ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാരും ഇവിടുന്ന് എങ്ങനെയും മാറ്റണമെന്ന് വിചാരിച്ചപ്പോ നിൽക്കുന്നിടത്തൊന്നും അനങ്ങില്ല എന്ന് വാശി പിടിച്ച് നിൽക്കല്ലേ. ഇതിനെയൊക്കെ ഇവിടെ കാണുമ്പോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്റെ ജീവിതത്തില് എന്തൊക്കെ നടക്കരുതെന്നാണോ ഞാൻ ആഗ്രഹിച്ചിരുന്നത്, ആ കാര്യങ്ങളൊക്കെ തന്നെയാ ഇപ്പൊ എന്റെ കൺമുന്നിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യോ സിസ്റ്റർ, നമ്മളെപ്പോലുള്ള വലിയ ആൾക്കാർ വലിയ കാര്യങ്ങളെ കുറിച്ച് വേണം ചിന്തിക്കാൻ, അല്ലാതെ ഇതുപോലുള്ള ചീള് കേസുകളല്ല. ഞാൻ പണ്ടത്തെ പ്രഭാകരനായിരുന്നുവെങ്കിൽ ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതിന് ഒരു അർത്ഥം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പ്രഭാകരൻ 2.0 ഇപ്പൊ എന്റെ കയ്യിൽ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഓ, നിന്റെ ബുദ്ധിയുടെ കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. വെറുതെ ഓവർ ബിൽഡപ്പ് കൊടുക്കാതെ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ആലോചിച്ച് നോക്ക്. ആലോചിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഓൾറെഡി പ്ലാനുകളെല്ലാം റെഡിയാണ്. ആ വിക്കി ആരുടെയും മുമ്പിൽ വെച്ച് ഒന്നും പറയില്ല. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തോളാം. ദേ നോക്ക്, നിന്റെ പ്ലാൻ എന്താണെന്ന് എന്നോട് വ്യക്തമായി പറഞ്ഞിരിക്കണം. നീ മണ്ടത്തരം ചിന്തിച്ചു കൂട്ടി പൊട്ടത്തരം ചെയ്യരുത്. ഒരു കയ്യബദ്ധം പറ്റിപ്പോയാ വിക്കിക്ക് പിന്നെ എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ തലയിലായിരിക്കും. അത് ഇപ്പോഴുള്ളതിനേക്കാൾ പിന്നെ വലിയ പ്രശ്നമാവും. എന്നെ വിശ്വസിക്കു ചേച്ചി, പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. ഈ പ്ലാൻ വർക്കൗട്ട് ആവാൻ തോന്നുന്നുണ്ടോ നിനക്ക്? ഞാൻ വർക്കൗട്ട് ആക്കിയിരിക്കും സിസ്റ്റർ. ഞാൻ പറഞ്ഞത് ചെയ്തിരിക്കും. സിദ്ധാർത്ഥ് വിളിച്ചോണ്ടിരിക്കുക. ഞാൻ അവരുടെ വീട്ടിലേക്ക് പോവാ ഇപ്പൊ. പക്ഷെ നീ ഇവിടെ നിന്ന് കാര്യങ്ങൾ എനിക്ക് അപ്ഡേറ്റ് ചെയ്തോണ്ടേ ഇരിക്കണം. മനസ്സിലായോ? ചേച്ചി സമാധാനമായിട്ട് പൊയ്ക്കോളൂ. എത്രയും പെട്ടെന്ന് തന്നെ ചേച്ചിയെ ഞാൻ ആ സന്തോഷ വാർത്ത അറിയിച്ചിരിക്കും. ശരി. അമ്മ എങ്ങോട്ടാ പോയത്? കോളും എടുത്തില്ലല്ലോ. അത് പിന്നെ ഈ ഹോസ്പിറ്റലില് എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടറുണ്ട്. നമ്മുടെ വിക്കിയുടെ കണ്ടീഷൻ എന്താണെന്നൊന്ന് ചോദിക്കാന്ന് വിചാരിച്ചു പോയതാ. അതൊക്കെ പോട്ടെ, ആദ്യം എവിടെ? അവൾ താഴെ കാറിലിരിക്കുന്നുണ്ട്. നമുക്ക് പോയാലോ? അമ്മ വാ, നമുക്ക് പോകാം. എന്തു പറ്റി വേദ? വിക്രാന്തിന്റെ ഫോണില് ലാസ്റ്റ് വന്നിരിക്കുന്ന കോള് അത് അമ്മാവന്റെ. അമ്മാവനെന്ന് പറയുമ്പോ പ്രഭാകരൻ അങ്കിളിന്റെ ആണോ ചേട്ടാ? അതെ മോളെ. അമ്മാവൻ എന്തിനായിരിക്കും വിക്കി ഇത്ര നേരം വിളിച്ചത്? അതും
ആക്സിഡന്റ് പറ്റുന്നതിന് തൊട്ട് മുൻപ് വരെ. പക്ഷെ അമ്മാവൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞതുമില്ലല്ലോ. സംതിങ് ഈസ് വിയർഡ് ഫോർ ഷുവർ. വേദാന്ത്, വിക്കി കണ്ണു തുറന്നു മോനെ. വിക്രാന്തിന് ഒരു മാറ്റവും ഇല്ല. പക്ഷെ അമ്മാവൻ എന്തിനാ വിക്കി എത്രയും പ്രാവശ്യം ഫോൺ ചെയ്തേ? ഞാനോ? എപ്പോ? വിക്രാന്തിന് ആക്സിഡന്റ് പറ്റുന്നതിന് തൊട്ട് മുൻപ് വരെ അമ്മാവന്റെ കോൾ ഇതിലുണ്ടല്ലോ. എന്തിനാ വിളിച്ചത്? നിങ്ങളോടാ ഞാൻ ചോദിക്കുന്ന അമ്മാവ. അവനോട് എന്താ സംസാരിച്ചേ? അത് പിന്നെ അറിയാതെ വല്ലതും കൈകൊണ്ട് കോള് പോയതായിരിക്കും വേദാന്തേ. സത്യമായിട്ടും അറിയാതെ പറ്റിയതാണോ? അതെ മോനെ, സത്യ ഞാൻ പറഞ്ഞത്. കൈ തട്ടി കോള് വന്നതാണെങ്കിൽ 20 മിനിറ്റ് വരെ നിങ്ങൾ എന്താ സംസാരിച്ചോണ്ടിരുന്നത്? അതും ആക്സിഡന്റ് ആവുന്നതിന് 10 മിനിറ്റ് മുൻപ് വരെ. അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ കട്ടായെന്ന കരുതിയേ. പക്ഷേ കട്ടായില്ലായിരിക്കും. അത് കണ്ടായിരുന്നെങ്കിൽ കോൾ ഇത്രയും നേരം കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നല്ലോ. അതിനെന്തിനാ അമ്മാവൻ ഇത്രയും ടെൻഷൻ ആവുന്നേ? ഞാനൊന്നും ചോദിക്കാതെ തന്നെ ഇപ്പൊ ഒരുപാട് ഉത്തരം പറഞ്ഞല്ലോ. അതെനിക്ക് കുറച്ച് ആകാംക്ഷ ഉള്ളത് കൊണ്ടല്ലേ. അത് നിനക്കറിയാലോ. അത് തന്നെയാ ഞാനും ഇപ്പൊ ഉദ്ദേശിച്ചേ. ആങ്സൈറ്റി വരാൻ മാത്രം ഇപ്പോ ഒന്നും സംഭവിച്ചില്ലല്ലോ. വിക്രാന്തിനെ അവസാനം വിളിച്ചത് അമ്മാവന്. അവനെ വിളിച്ച് സംസാരിച്ചപ്പോ ആരുടെങ്കിലും ഭീഷണിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവനെ ശല്യപ്പെടുത്തുന്നതായിട്ട് അമ്മാവന് തോന്നിയോ? ഇല്ലില്ല, അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ, കോള് കണ്ടിന്യൂ ആയ കാര്യം ഞാൻ അറിഞ്ഞില്ലാന്ന്. കോള് പോയത് അങ്കിൾ അറിഞ്ഞില്ല എന്നുള്ളത് ഓക്കെ. ആ ഗ്യാപ്പില് ചേട്ടൻ എന്തെങ്കിലും സംസാരിച്ചു കാണോ? ഫോണില് കോള് റെക്കോർഡ് ചെയ്യുന്ന എന്തെങ്കിലും ഫെസിലിറ്റി ഉണ്ടോ? കോൾ റെക്കോർഡിങ്ങോ? അതെന്താ? ഫോണില് കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻ ഓൺ ആണെങ്കിൽ അങ്കിള് സംസാരിച്ചതെല്ലാം അതിൽ റെക്കോർഡാവും. അതിലുണ്ടോന്നാണ്. അമൂല്യ, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. അമ്മാവൻ ആ ഓപ്ഷനെ പറ്റി തന്നെ അറിയില്ല. പിന്നെ എങ്ങനെ അത് ഓണാക്കി ഇടാൻ? അതെ അതെ, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. ശരി അമ്മാവ, ഇപ്പൊ പൊക്കോളൂ. എന്റെ ദൈവം, അയ്യോ, ശരിക്കും പുലിക്കുട്ടിപ്പെട്ട ഒരു അവസ്ഥയായി പോയി. ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. അയ്യോ, കുറച്ചു നേരം കൂടെ നിന്നായിരുന്നെങ്കിൽ ഞാൻ തന്നെ കാറ് കൊണ്ടുപോയി ഇടിച്ച് ആക്സിഡന്റ് ആക്കിയെന്ന് എന്റെ വായിന്ന് തന്നെ വീണു പോയേനെ. അല്ലെങ്കിൽ തന്നെ വേദാന്ത് നല്ല ബുദ്ധിമാനാ. എന്തെങ്കിലും അറിയാതെ വായിന്ന് വീണു പോയി കഴിഞ്ഞാ അതിലെ കല്ലും മണ്ണും എല്ലാം അവൻ പരിശോധിക്കും. ചേച്ചി ഒരു കണക്കിന് പറഞ്ഞു വിട്ടതേ ഉള്ളൂ. അവളെ ഹാപ്പി ആക്കി കുറച്ച് കാശ് അടിച്ചെടുത്ത് എൻജോയ് ചെയ്യാന്ന് കരുതിയപ്പോ അവസാനം എല്ലാം കൂടെ എന്റെ തലയിൽ തന്നെ വരുന്ന ലക്ഷണമാണെന്നാ തോന്നുന്നത്. മിക്ക വേഗം മേപ്പോട്ട് വിട്ടില്ലെങ്കിൽ ഞാൻ ജയിലിൽ പോകുന്ന കാര്യം ഉറപ്പാ. ജയിലിൽ കിടന്ന് അടിയെണ്ണുന്നതിന് പകരം റോഡ് സൈഡിലൊരു തട്ടുകട നടത്തിയാൽ പോലും അന്തസ്സുണ്ടാവും. വിക്കിയുടെ കാര്യത്തിൽ എല്ലാവർക്കും നല്ല ശ്രദ്ധയുണ്ട്. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ചേച്ചി അനിയനാന്ന് പോലും നോക്കാതെ തന്നെ അടിച്ചിറക്കി വിടുമെന്ന് ഉറപ്പാ. അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. അതിന് വിക്കിയുടെ അന്ത്യം കണ്ടേ പറ്റൂ. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂന്നാണല്ലോ പറയുന്നേ. ആരും സംശയിക്കാൻ പാടില്ല. വേറെ എന്താ ചേട്ടൻ നോക്കുന്നത്? കോൾ ലോഗ്സിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി വേറെന്തെങ്കിലും മെസ്സേജസ് എങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് നോക്കിയതാ.
എന്തെങ്കിലും കിട്ടിയോ? ഉം. ഇതിലൊന്നുമില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരി, ഞാൻ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരട്ടെ.